എൻ്റെ പൊന്നാര സുഹൃത്തുക്കളെ, ഇന്ന് എൻ്റെ വീട്ടിൽ കറണ്ട് ഇല്ല കേട്ടോ. ഇന്നലെ നട്ടപ്പാതിരക്ക് നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പം പോയതാണ് കറണ്ട്. അപ്പോൾ രാവിലെ പണി കിട്ടുകയും ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ദോശ ഒന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ ഞാൻ വെള്ളത്തിലിട്ടതാണ് അരി. അപ്പം ഇന്ന് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ കറണ്ട് ഇല്ലല്ലോ. പിന്നെ ഒരു രക്ഷയില്ല. അരിപ്പൊടി ഉണ്ടായിരുന്നു ഇവിടെ. ആ അരിപ്പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളം ഉപ്പും ഒഴിച്ചിട്ട് ഇതുപോലെ വിസ്ക് കൊണ്ട് നല്ലോണം ഒന്ന് കലക്കിയെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ബിസ്ക്കറ്റ് കലക്കിയെടുത്തിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ ദോശ ചുടാറുണ്ടോ? ഒന്ന് അഭിപ്രായം പറയട്ടോ. പല ആൾക്കാരും ഇങ്ങനെ പൊടിക്ക് വെള്ളം ഒഴിച്ച് കണ്ട് കയ്യിലുണ്ടല്ലോ, നമ്മൾ കറിയൊക്കെ എടുക്കുന്ന കയ്യിലോണ്ട് നന്നായിട്ട് ഇളക്കാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യില്ല. എനിക്കിങ്ങനെ വിസ്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പൊടിയൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് കൊഴിഞ്ഞ് കിട്ടുന്ന പോലെ തോന്നും. പക്ഷേ ഇങ്ങനെ ഞാൻ അത് ആദ്യമായിട്ടാണ് കേട്ടോ ദോശ ഉണ്ടാക്കുന്നത്. എന്ന് ഞാൻ പച്ചരി അരിച്ചിട്ടാണ് ദോശ ഉണ്ടാക്കാറുള്ളത്. ഇന്ന് നമ്മളെ കറണ്ട് നമ്മൾ ചതിച്ചു. അപ്പോൾ ഇതെല്ലാം നിവൃത്തിയില്ലല്ലോ കേസ്. അപ്പോൾ നമുക്ക് രാവിലെ ചായക്കടി എന്തെങ്കിലും വേണ്ടേ? ചായക്ക് കടിയായിട്ട് എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോൾ അതാ നമ്മൾ കയ്യിലൊക്കെ എടുത്തിട്ട് നല്ല മാവിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ പാകമാണോ നോക്കി. അപ്പോൾ ഇതിൽ ഒരു കയ്യിലാണ് കേട്ടോ ഞാൻ ദോശ ചട്ടിക്ക് ഒഴിക്കൽ. ഇത് നല്ല ലൂസ് ആയിക്കാണ്ടാണ്. അപ്പോൾ പിന്നെ നമ്മൾ ദോശച്ചട്ടി ചുറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ദോശച്ചട്ടി. പിന്നെ കേസ് ഒരു കാര്യം പറയാൻ പറഞ്ഞു. എൻ്റെ വീട്ടിൽ ഗ്യാസും കഴിഞ്ഞിട്ടുണ്ട്. ഗ്യാസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 4-5 ദിവസമായിട്ടോ. ഇനി ഗ്യാസ് വരെ എന്നാ വരുന്നതെന്ന് അറിയില്ല. ഇവിടേക്ക് ഒരു 15 ദിവസമൊക്കെ ആകുമ്പോഴാണ് ഗ്യാസ് വരാറ് കേട്ടോ. അപ്പോൾ ഗ്യാസും കഴിഞ്ഞു, കറണ്ടും ഇല്ല. അപ്പോൾ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ അടുപ്പ് എന്ന് പറയുന്നത് ഈ ഒരു അടുപ്പില്ലേ, ഇതിലിപ്പോൾ ഈ ചട്ടി വെച്ചിട്ട് ഈ അടുപ്പ് വളരെ ചെറിയതാട്ടോ. ഇതിന്മേൽ ഈ ചട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പകുതി ഭാഗം ശരിയായി കിട്ടില്ല. ഇങ്ങനെ ദോശ ഞാൻ അധികം ഞാൻ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇപ്പം ഗ്യാസ് ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്താലേ പറ്റൂ. അപ്പോൾ നമ്മൾ ദോശയ്ക്ക് മാവൊക്കെ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം, സമയം കൊടുക്കാം. നമുക്ക് നോക്കാം കിട്ടുമോ. കണ്ട ഗ്യാസിൻ്റെ ആദ്യത്തെ ദോശയാണിത്. അരിപ്പൊടി കൊണ്ട് ഞാൻ വെള്ളത്തിൽ കലക്കിയിട്ട് ആദ്യത്തെ ദോശയാണിത്. ഓക്കെ, നമ്മൾ ഒന്നാമത്തേൽ പരാജയപ്പെട്ടാലും നമ്മൾ തളർന്ന് പോകാൻ പാടില്ലല്ലോ. നല്ലോണം അങ്ങോട്ട് ചട്ടി നമ്മൾ കത്തിച്ച് വെക്കുക. എന്നിട്ട് രണ്ടാമത്തെ എണ്ണ പുരട്ടിയിട്ട് രണ്ടാമത്തത് നമ്മൾ ഒഴിച്ചു. ഇനി രണ്ടാമത്തത് എങ്ങനെയാണ് കിട്ടുകയെന്ന് നമുക്ക് നോക്കാട്ടെ കേസ്. അപ്പം നല്ലോണം കത്തണൊക്കെ ഉണ്ട്. രണ്ടാമത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ് പറിച്ചിട്ടും കുത്തിയിട്ടും എങ്ങനെ ആക്കിയിട്ടും കിട്ടില്ല. പിന്നെ കേസ് ഇനി ഇത് കത്തിയോണ്ട് എന്താ എടുക്കണമെന്ന് പറഞ്ഞാൽ കമൻറ്റ് ഇടാൻ വേണ്ട. കത്തിയോണ്ട് എടുക്കാൻ ഞങ്ങൾ ഇവിടെയൊക്കെ കത്തിയിട്ടാണ് അതൊക്കെ എടുക്കലിട്ടോ. നമ്മളെ കോരി ഉണ്ടല്ലോ തവിയിട്ട് എടുക്കാനൊക്കെ പറ്റും. പക്ഷേ എൻ്റെ ചട്ടിയിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ഒരു കത്തി ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ കത്തിയിട്ട് അതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ആക്കിയെടുക്കും. എന്നിട്ട് നല്ലോണം പെട്ടെന്ന് അടുക്ക കൂടെ ഒരു കുത്തം കൊടുത്താൽ പെട്ടെന്ന് ചട്ടിയിൽ നിന്ന് പോരും കേട്ടോ. ഈ കത്തിനെ വേറെ ഒന്നിനും എടുക്കാറില്ല. വേറെ ഒന്നും ഞാൻ കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഒരു ആവശ്യത്തിന് എടുക്കാറില്ല. ഇങ്ങനെ ദോശ ചൂടാൻ വേണ്ടിയിട്ട് മാത്രം എടുത്ത് വെച്ച് കത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മൂന്നാമത്തേതാണ് ഗൈസ്. ഹായ് വാ, നല്ല സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട്. മറ്റീനെ അപേക്ഷിച്ച് സൂപ്പറായി കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ടില്ല എന്നാലും ഞാൻ ആദ്യത്തെയും രണ്ടാമത്തെയും ചുട്ടതിനേക്കാളും സൂപ്പറായിട്ട് കിട്ടും. അപ്പോൾ പഴമക്കാരൊക്കെ എപ്പോഴും പറയല്ലോ 1 തൊട്ടാ 3 നിൽക്കുന്നുള്ളത്. അപ്പോൾ ദോശയ്ക്കുള്ള കറി എന്ന് പറയുന്നത് മീൻകറി കേട്ടോ. മീൻകറി തലേന്ന് വെച്ച മീൻ്റെ തലോണ്ട് വെച്ചിട്ടുള്ള കറി ഉണ്ട് കേട്ടോ. നല്ല പുളിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കറിൻ്റെ തലേന്ന് രാത്രി ഞാൻ ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ബാക്കിയുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ ആകെ 2 ആൾക്കാരേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അതൊക്കെ മതി. ഞങ്ങൾക്ക് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തിന്നാൽ മതി. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ പോവുകയാണ്. ഞാൻ എൻ്റെ പെണ്ണും കൂടെ ചായ കുടിക്കാൻ പോവുകയാണ്.